വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഉച്ചയോടെ ഇന്ത്യയിൽ മടങ്ങിയെത്തും. ജനീവ ഉടമ്പടി പ്രകാരം ലാഹോറിൽ വെച്ച് പാകിസ്ഥാൻ വിംഗ് കമാൻഡറെ രാജ്യാന്തര സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസിന് കൈമാറും. 2 മണിക്കുള്ളിൽ വാഗ അതിർത്തി വഴി ഇന്ത്യ അഭിനന്ദനെ ഏറ്റുവാങ്ങും. അഭിനന്ദൻ വർദ്ധമാന്റെ മാതാപിതാക്കളും കുടുംബവും വാഗ അതിർത്തിയിലെത്തി സൈനികന്റെ മോചനത്തെ ഐക്യരാഷ്ട്രസഭ സ്വാഗതം ചെയ്തു. വിവരങ്ങളുമായി സന്തോഷ് സൊളങ്ങി ചേരുന്നുണ്ട്. സന്തോഷ്, ഇന്ത്യ കാത്തിരിക്കുന്ന നിമിഷമാണ് ഇനി വരാൻ പോകുന്നത്. അഭിനന്ദനെ പാകിസ്ഥാൻ കൈമാറും. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അഭിനന്ദനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറുമെന്ന വാർത്തകളാണ് വരുന്നത്. അഭിനന്ദന്റെ മടങ്ങിവരവ് ഏത് രീതിയിലായിരിക്കും? അത് സംബന്ധിച്ച എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായോ? മറ്റു വിവരങ്ങൾ കൂടി. അവന്തിക, വാഗ അതിർത്തി വഴിയാണ് അഭിനന്ദനെ മടക്കിക്കൊണ്ടുവരുന്നത് ഇന്ത്യ. വാഗ അതിർത്തിയിൽ വലിയ സ്വീകരണമാണ് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ, അവിടുത്തെ സാധാരണ ജനങ്ങളും ഒരുക്കിയിരിക്കുന്നത്. വാഗ അതിർത്തിയിൽ നമുക്കിപ്പോൾ ആഘോഷ പരിപാടികളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗും ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ, അഭിനന്ദനെ സ്വീകരിക്കാൻ വാഗ അതിർത്തിയിലെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ഇപ്പോൾ കാശ്മീരിൽ സന്ദർശനത്തിനാണ്. ചിലപ്പോൾ അവരെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിലെ മറ്റേതെങ്കിലും പ്രതിനിധികളോ ഈ സ്വീകരിക്കാനായി എത്തും എന്ന സൂചനകളും ലഭ്യമാകുന്നുണ്ട്. വാഗ അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞാൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ അവിടെ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. ഈ അഭിനന്ദൻ വർദ്ധമാനെ സ്വീകരിക്കാനായി അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. രാവിലെ അവർ വിമാനത്തിൽ ഡൽഹിയിലെത്തുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിമാനത്തിനുള്ളിലുള്ളവർ അവർക്ക് വലിയ സ്വീകരണവും ആദരവും നൽകുന്ന ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അച്ഛനും അമ്മയും ഉണ്ട്. അവർ ഇരുവരും വാഗ അതിർത്തിയിൽ മകനെ സ്വീകരിക്കുകയും ചെയ്യും. പാകിസ്ഥാനും ഇന്ത്യയും ഇപ്പോൾ ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഏറ്റവും അവസാനമായി നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഇപ്പോൾ ഉള്ളത് പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലാണ്. റാവൽപിണ്ടിയിൽ നിന്ന് അദ്ദേഹത്തെ ലാഹോറിലേക്ക് കൊണ്ടുവരും. പ്രത്യേക വിമാനമാർഗമാണോ കൊണ്ടുവരുന്നൊരു സംശയമുണ്ട്. കാരണം അങ്ങനെ പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവരും എന്നൊക്കെ അറിവുണ്ടായിരുന്നു. ലാഹോറിൽ വച്ചാണ് രാജ്യാന്തര സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസിനെ കൈമാറുന്നത്. അത് ജനീവ കൺവെൻഷന്റെ ചട്ടപ്രകാരമാണ്. ജനീവ കൺവെൻഷൻ ചട്ടപ്രകാരം സ്വാഭാവിക നിരീക്ഷക പദവിയിലുള്ള ഒരു സംഘടനയാണ് റെഡ് ക്രോസ്. ഇത്തരത്തിൽ യുദ്ധക്കുറ്റവാളികളായി പിടിക്കപ്പെടുന്നവരെ റെഡ് ക്രോസിനാണ് അതാത് രാജ്യങ്ങൾ കൈമാറേണ്ടത്. അവിടെ നിന്ന് റെഡ് ക്രോസ് അവരുടെ സ്വദേശമായ ഏത് രാജ്യമാണോ അവർക്ക് അവരുടെ അധികൃതർക്ക് കൈമാറും. ഈ രീതി തന്നെയാണ് ഇപ്പോഴും അവലംബിക്കുന്നത്. 1999 അതിനു മുമ്പ് 1976 ഒക്കെ ഇത്തരത്തിൽ ഇന്ത്യൻ സൈനികരെ ഒക്കെ പാകിസ്ഥാൻ കൈമാറിയത് ഈ ജനീവ കൺവെൻഷൻ പ്രകാരം ഇത്തരം ഒരു നടപടിക്രമങ്ങളിലൂടെയായിരുന്നു. അത് തന്നെയായിരുന്നു ഇവിടെയും അവലംബിക്കുന്നത്. എന്തായാലും ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ ഇദ്ദേഹത്തെ മോചിപ്പിക്കുന്നതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പാകിസ്ഥാനാകട്ടെ ഏറെ രാജ്യാന്തര സമ്മർദ്ദം കൂടി ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഇപ്പോൾ വിട്ടയക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. 2 മണിക്കുള്ളിൽ അദ്ദേഹത്തെ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. അവന്തിക, ശരി, വ്യക്തമാണ്. സന്തോഷ് സൊളങ്ങിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അഭിനന്ദൻ വർദ്ധമാനെ 2 മണിയോടുകൂടി ഇന്ത്യയിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. വിവരങ്ങളാണ് സന്തോഷ് സൊളങ്ങി നൽകിയത്.